വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാട്ടോ ഉറക്കം എണീറ്റത്. ഡ്യൂട്ടിക്കും പോകണ്ടല്ലോ. പക്ഷേ മോർണിംഗ് എണീറ്റപ്പോൾ എനിക്ക് വലിയൊരു ടാസ്ക്കാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന്. ലഞ്ച് ഉണ്ടാക്കാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു ഒരു ഈസി ആയിട്ട് കുക്കായിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. തലേന്ന് ഞാൻ ഫ്രീസറിനകത്ത് കുറച്ച് ഫ്രോസ് ആവാൻ വേണ്ടിയിട്ട് ഞാലിപ്പൂവൻ പഴം വെച്ചിട്ടുണ്ടായിരുന്നേ. സ്മൂത്തി ഉണ്ടാക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന പഴങ്ങൾ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഞാനിവിടെ എടുക്കുന്നത് ഒരു 4 ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ, ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള. അത് ബ്ലെൻഡ് ചെയ്യാൻ അത്യാവശ്യമായ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പ്ലെയിൻ യോഗേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ പ്ലെയിൻ യോഗേർട്ട് ആയതുകൊണ്ട് ഞാൻ അത് ഒരു 2 ടേബിൾ സ്പൂണോളം പ്ലെയിൻ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാല്. ഈ 4 പഴത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഒഴിക്കുന്നത്. പഴങ്ങളൊക്കെ നിങ്ങൾ കൂടുതലെടുക്കുന്നതനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ്സ് ആട്ടോ, ഒരു 4 ഡേറ്റ്സ് അത് കുരുവൊക്കെ കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇൻ അഡീഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വയറൊക്കെ ഫില്ല് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഓട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വിശപ്പ് തോന്നില്ല കേട്ടോ. കുറേ നേരത്തേക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നവരെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ.